തെക്കൻ കശ്മീരിലെ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കുങ്കുമപ്പൂവിന്റെ വില കിലോയ്ക്ക് 5 ലക്ഷം രൂപ കടന്നു. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിലാണ് കുങ്കുമപ്പൂവിന്റെ വില 10% വർദ്ധിച്ച് കിലോയ്ക്ക് 5 ലക്ഷം രൂപയിലെത്തിയത്. ഇത് 50 ഗ്രാം സ്വർണത്തിന്റെ വിലയ്ക്ക് തുല്യമാണ്. എന്താണ് ഈ വിലക്കയറ്റത്തിന് പഹൽഗാം ആക്രമണവുമായി ബന്ധം? തെക്കൻ കശ്മീരിലെ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വ്യാപാരത്തിനായി ഇന്ത്യ അടാരി വാഗ അതിർത്തി അടച്ചതാണ് ഇതിന് കാരണം. ലഷ്കർ-ഇ-തൊയ്ബയുടെ ഒരു വിഭാഗമായ ദി റെസിഡൻസ് ഫോഴ്സാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ബിസിനസ് ടുഡേയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ഈ നടപടി ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനമായ കുങ്കുമപ്പൂവിന്റെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള വരവ് തടഞ്ഞു. എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആക്രമണത്തിനും അതിർത്തി അടച്ചതിനും മുൻപ് ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള കുങ്കുമപ്പൂവിന് കിലോയ്ക്ക് 4.25 ലക്ഷം രൂപ മുതൽ 4.50 ലക്ഷം രൂപ വരെയായിരുന്നു വില. പ്രധാനമായും 3 തരം കുങ്കുമപ്പൂക്കളുണ്ട്. കടും ചുവപ്പ് നിറമുള്ള ഏറ്റവും ശക്തമായ രുചിയുള്ള കശ്മീർ ഇനമായ മോംഗ്ര. ഏറ്റവും വില കൂടിയതും ഇതാണ്. അല്പം കുറഞ്ഞ ഗുണമേന്മയുള്ള കശ്മീർ ഇനമായ ലാച്ച കുങ്കുമപ്പൂവ്. ഇറാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നും വരുന്ന ഇളം നിറത്തിലുള്ളതും അല്പം മഞ്ഞ നിറം കലർന്നതുമായ പുഷാൽ കുങ്കുമപ്പൂവ്. മറ്റിനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വിലക്കുറവ് പുഷാലിനാണ്. ലോകത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 1600 മീറ്റർ മുതൽ 1800 മീറ്റർ വരെ ഉയരത്തിൽ കൃഷി ചെയ്യുന്ന ഏക കുങ്കുമപ്പൂവ് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. കശ്മീരിൽ നിന്നുള്ള ഈ കുങ്കുമപ്പൂവാണ് ഏറ്റവും മികച്ച ഗുണമേന്മയുള്ളതായി കണക്കാക്കുന്നത്. എന്നാൽ കശ്മീർ പ്രതിവർഷം 6 മുതൽ 7 ടൺ വരെ മാത്രമേ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ പ്രതിവർഷം ഏകദേശം 55 ടൺ കുങ്കുമപ്പൂവ് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കുങ്കുമപ്പൂ ഉൽപ്പാദകരായ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാൻ കുങ്കുമപ്പൂവ് അതിന്റെ തീവ്രമായ നിറത്തിനും സുഗന്ധത്തിനും പേരുകേട്ടതാണ്. അതേസമയം ഇറാനിയൻ കുങ്കുമപ്പൂവ് വില കുറഞ്ഞ ഒരു ബദലായി കണക്കാക്കപ്പെടുന്നു. കശ്മീരിൽ പാംപോർ, ബുദ്ഗാം, പുൽവാമ, ശ്രീനഗർ, ജമ്മുവിലെ കിഷ്ത്വാർ ജില്ല എന്നിവിടങ്ങളിലാണ് കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്നത്. ഇന്ത്യ ഇന്റർനാഷണൽ കശ്മീർ സാഫ്രൻ ട്രേഡിംഗ് സെന്ററിന്റെ കണക്കനുസരിച്ച് കശ്മീരിലെ കുങ്കുമപ്പൂവ് കൃഷി 500 BC വരെ പഴക്കമുള്ളതാണ്. 2020 കശ്മീരി കുങ്കുമപ്പൂവിന് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു. ഇത് ലോകത്തിലെ ഏക GI ടാഗ് ലഭിച്ച സുഗന്ധ വ്യഞ്ജനമാക്കി കശ്മീർ സാഫ്രണിനെ മാറ്റി. ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ ഉത്ഭവമുള്ള ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരടയാളമാണ് GI ടാഗ്. ആ ഉത്ഭവത്താൽ ഗുണങ്ങളോ പ്രശസ്തിയോ ഉള്ളവയായിരിക്കും ഈ ഉൽപ്പന്നങ്ങൾ. കശ്മീരി കുങ്കുമപ്പൂവ് ഭക്ഷണം, ഔഷധാവശ്യങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. കൂടാതെ ഇന്ത്യയിൽ ഉടനീളമുള്ള മതപരമായ ആചാരങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് ഈ കുങ്കുമപ്പൂവ്. എന്നിരുന്നാലും 1990കൾ മുതൽ കശ്മീരി കുങ്കുമപ്പൂവിന്റെ ഉൽപ്പാദനത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. പാംപോറിലെ പുതിയ സിമന്റ് ഫാക്ടറികളിൽ നിന്നുള്ള മലിനീകരണവും ക്രമരഹിതമായ കാലാവസ്ഥയുമാണ് ഉൽപ്പാദനം കുറയാൻ കാരണമെന്നാണ് കണക്കാക്കുന്നത്. സിമന്റ് പൊടി വീഴുമ്പോൾ കുങ്കുമപ്പൂക്കൾ മൃദുവായി വാടിപ്പോവുകയും അത് കുങ്കുമപ്പൂവിന്റെ ഗുണമേന്മയെയും അളവിനെയും ബാധിക്കുകയും ചെയ്യുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കശ്മീരിലെ ഭീകരാക്രമണത്തെ തുടർന്ന് അടച്ച വാഗ അതിർത്തി കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുങ്കുമപ്പൂവിന്റെ വരവ് നിലച്ചതോടെ വിപണിയിൽ അതിന്റെ ദൗർലഭ്യം അനുഭവപ്പെടുന്നു. ഇത് കശ്മീരി കുങ്കുമപ്പൂവിന് വലിയ ഡിമാൻഡ് ഉണ്ടാക്കുകയും വില കുതിച്ചുയരുകയും ചെയ്തിരിക്കുന്നു. എങ്കിലും ഇപ്പോഴത്തെ വില വർധനവ് കശ്മീരിലെ കർഷകർക്ക് ഒരു നല്ല അവസരമാണ്. GI ടാഗ് ലഭിച്ചതിനാൽ അവർക്ക് തങ്ങളുടെ യഥാർത്ഥ ഉൽപ്പന്നത്തിന് മികച്ച വില നേടാൻ കഴിയും. ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഗുണമേന്മ നിലനിർത്താനും കഴിഞ്ഞാൽ കശ്മീരി കുങ്കുമപ്പൂവിന് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ ശ്രദ്ധ നേടാനും സാമ്പത്തികമായി മെച്ചപ്പെട്ട നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. എന്നാൽ യുദ്ധം ഒരു അനിശ്ചിതാവസ്ഥയായി നിലനിൽക്കുമ്പോൾ കർഷകരും ആശങ്കയിലാണ്. സ്റ്റോക്കുകൾ പരമാവധി വിൽപ്പന നടത്തി ലാഭം നേടാനാണ് ഇവരുടെ ശ്രമം.